മിതമായ സന്തോഷം ഒന്നിലും പാടില്ല. അടുത്തത് പോയിന്റ് നമ്പർ 2. ഞങ്ങളോ അങ്ങനെ ഒരു ചടങ്ങുണ്ടായിട്ടില്ല. നിങ്ങളുടെ വീടുകളിലൊന്നും എനിക്കറിയാൻ മേല. ഞങ്ങളുടെ വീടുകളിൽ അങ്ങനെ ഉണ്ടായിരുന്നില്ല. പിന്നെ ജന്മം നൽകിയ മാതാപിതാക്കളെ ഒന്ന് സ്മരിക്കാം എന്റെ പൊന്നെ. എന്റെ പൊന്നെ, ഇത് പിടിക്കാൻ പോലും അറിയാൻ മേലോ. സ്വർണം മാറി നിൽക്കും. ഒരുപാട് നാളുകൂടി ആ ചിക്കൻ കഴിക്കുന്നത്. സന്തോഷത്തിലല്ലേ ഇന്ന്? അതെ, പ്രത്യേകിച്ച് ഞാൻ എടുത്ത് ചോദിക്കണില്ല. ബർത്ത്ഡേ അല്ലേ? അതെ 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 അതെ. അമിതമായ സന്തോഷം ഒന്നിലും പാടില്ല. അത് നോട്ട് ദ പോയിന്റ്. എഴുതിയെടുക്കണേ ഒരു കടലാസും പേനയും. പാകത്തിന് എല്ലാം ആണെങ്കിൽ നിലനിൽക്കും. അടുത്തത് പോയിന്റ് നമ്പർ 2. അപ്പൊ അതാണ് ഇന്ന് ബർത്ത്ഡേ ആയിട്ട് അമ്മയ്ക്ക് പറയാനുള്ളത്. ഞാൻ ജീവിതാനുഭവത്തിൽ നിന്ന് പറയണതാ. 10-60 വയസ്സായില്ലേ, എന്തായാലും പറയാനുണ്ട്. ഇന്നിപ്പൊ പറയാൻ അത് പറ്റിയൊരു മൂടല്ല. ഇന്നിപ്പൊ കേക്കൊക്കെ കട്ട് ചെയ്ത് കഴിക്കാം. ക്യാമറ അറേഞ്ച്മെൻറ്റ്സും ടേബിളും എല്ലാം റെഡിയാക്കി വന്നു കഴിഞ്ഞപ്പോൾ ദേ മൈക്ക് ക്യാമറയായിട്ട് എന്തോ കണക്ഷൻ ഇഷ്യൂ, എന്ത് പറ്റിയെന്ന് ഒരു പിടിയില്ല. അപ്പം ഞാൻ കുറച്ച് നേരം നിന്ന് ട്രൈ ചെയ്ത് നോക്കി. പിന്നെ സമയം പോകുന്ന കാരണം അത് മാറ്റി വെച്ചു. അതുകൊണ്ട് ക്യാമറയിൽ മൈക്ക് കണക്ട് ചെയ്തില്ല കേട്ടോ. അതുകൊണ്ടാണ് ഇപ്പം എന്നെ കാണാത്തത്. ചെക്കിങ് അല്ലേ? അതാണ് കാര്യങ്ങൾ. നമ്മുടെ ബർത്ത്ഡേ ടേബിൾ കണ്ടോ എന്തൊക്കെയാന്ന് നോക്കിയേ. കേക്ക് പ്ലം കേക്ക് ആണ് കേട്ടോ നമ്മൾ മേടിച്ച. പൂവും വെച്ചിട്ടുണ്ട്. പിന്നെ ചോക്ലേറ്റ്സ്, അത് ബർത്ത്ഡേക്ക് മസ്റ്റാ. പിന്നെ ഇതിനകത്ത് ചിക്കൻ, ഇതില് പനീർ കറി, വെജ്, ഡ്രാഗൺ പനീറും ഗാർലിക് ചിക്കനും. ചപ്പാത്തി ഞാൻ മേടിച്ചിട്ടുണ്ട്. പിന്നെ ഡേറ്റ്സ്. അങ്ങനെ ഒരു സിമ്പിൾ ബർത്ത്ഡേ ടേബിൾ ആട്ടോ. പിന്നെ കേക്ക് കട്ട് ചെയ്യാനുള്ള കത്തി. ഇത്രേ ഉള്ളൂ. പണ്ടൊക്കെ ചെറുപ്പത്തിലെ സ്കൂളിൽ പോയിക്കൊണ്ടിരുന്ന സമയത്ത് മിഠായി ഒക്കെ കൊണ്ടുപോകായിരുന്നോ സ്കൂളില്? ഞങ്ങളോ അങ്ങനെ ഒരു ചടങ്ങുണ്ടായിട്ടില്ല. നിങ്ങളുടെയൊക്കെ കാലഘട്ടം പോലെയല്ല. അന്ന് അങ്ങനെയുള്ള ഇതൊന്നും ഇല്ല. സ്കൂളിൽ പോണോ വന്നോ, ബർത്ത്ഡേക്ക് പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നുമില്ല. അന്നത്തെ കാലം അങ്ങനെയായിരുന്നു ഞങ്ങളുടെയൊക്കെ സ്ഥലങ്ങളിൽ. പിന്നെ ഓരോ സ്ഥലങ്ങളിലും ഓരോ രീതിയല്ലേ, എനിക്കറിയാൻ മേല അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും. ഞങ്ങളുടെ വീട്ടിൽ അങ്ങനെ പ്രത്യേകതയൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ ഈ പറഞ്ഞ പോലെ അമ്മമാരൊക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ കുറച്ചുകൂടെയൊക്കെ അതിനൊരു ഇതുണ്ടാവുമായിരിക്കും, എനിക്കറിയില്ല. എന്തായാലും അങ്ങനെ ഒരു ഇതും ചടങ്ങുകളൊന്നും നമ്മുടെ വീട്ടിൽ നടത്താറില്ല അന്നത്തെ കാലഘട്ടങ്ങളിൽ. ഇപ്പം ആയപ്പോൾ എല്ലാം വ്യത്യസ്തമായി. എല്ലാവരും എല്ലാ ചടങ്ങുകളും നടത്തണുണ്ട്. അത് കാലങ്ങൾ മാറിയില്ലേ, അപ്പൊ പിന്നെ അതിന് മാറ്റങ്ങൾ വരുമല്ലോ. അപ്പൊ ഞങ്ങളുടെയൊക്കെ ബർത്ത്ഡേക്ക് അങ്ങനെ ആഘോഷങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഇല്ല, ഒന്നുമില്ലായിരുന്നു. സാധാ ദിവസം പോലെ തന്നെ ആ ദിവസവും കടന്നു പോകും, അത്രേ ഉണ്ടായിരുന്നുള്ളൂ. കേക്കൊക്കെ നേരത്തെ ഉണ്ടായിരുന്നിരിക്കാം ഞങ്ങളുടെ ഭാഗത്തേക്ക്. ഞങ്ങളുടെ വീട്ടിലൊന്നും ഇല്ലെന്നേ ഞാൻ പറഞ്ഞോളൂ. മറ്റു വീടുകളിലൊന്നും എനിക്കറിയാൻ മേല. ഞങ്ങളുടെ വീടുകളിൽ അങ്ങനെ ഉണ്ടായിരുന്നില്ല. പിന്നെ കുറച്ച് നാളായിട്ടൊക്കെ ഇപ്പൊ എല്ലാവരും എല്ലാ സംഗതികളും ആഘോഷിക്കുമല്ലേ, ഗംഭീരമായിട്ട് തന്നെ. എന്നാ പറയാനാ, നാളെ എല്ലാ പ്രാവശ്യവും പറയുന്നത് പോലെ തന്നെ നമ്മുടെ ജീവിതവും ദൈവത്തിൻ്റെ ദാനമാണ്. അതിനെ ആദരപൂർവ്വം സ്വീകരിച്ച് അദ്ദേഹം നൽകിയ ആയുസ് നമ്മൾ ഭംഗിയായിട്ട് നിലനിർത്തി നമ്മൾ അദ്ദേഹത്തിൻ്റെ സന്നിധിയിലേക്ക്, ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് യാത്രയാവും. അപ്പോൾ ആ ഒരു കാര്യത്തിൽ നമ്മൾ പ്രത്യേകമായ ദൈവത്തെ സ്തുതിക്കുകയും ദൈവത്തെ നന്ദി രേഖപ്പെടുത്തുകയും ചെയ്തുകൊണ്ടാണ് ഓരോ ബർത്ത്ഡേയും നമുക്ക് കടന്നു പോകുന്നത്. നമ്മുടെ ജീവിതത്തിൽ ഓരോ വർഷവും ആയുസ്സിൽ ചേർക്കപ്പെടുകയാണ്. അപ്പോൾ ദൈവത്തിൻ്റെ കരുതലും കാരുണ്യവും പ്രത്യേകമായിട്ട് ഉണ്ടാകേണ്ട കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. അപ്പോൾ ദൈവത്തെ സ്തുതിച്ചുകൊണ്ടും ദൈവത്തെ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തുതിച്ചുകൊണ്ടും നമ്മൾ ഈ കേക്ക് മുറിക്കുന്ന ചടങ്ങിലേക്ക് കടക്കുന്നു. വേണ്ട, ജന്മം നൽകിയ മാതാപിതാക്കളെ ഒന്ന് സ്മരിക്കാം. എന്ന് സ്മരിക്കണുണ്ട് എങ്കിലും ഈ സന്ദർഭത്തിലെ പ്രത്യേകിച്ച്. അപ്പൊ ഇനി കേക്ക് മുറിക്കാം. ഇപ്പൊ നീ ഇപ്പൊ ഇതിലില്ലല്ലോ. മൈക്ക് ഇടയ്ക്ക് പണി മുടക്കി, അത് എന്താ പറ്റിയാറിയില്ല. ചാർജ് കയറാനിട്ടാണോ അറിയില്ല, നോക്കണം.
നോക്കിക്കൊണ്ടിരുന്ന് കഴിഞ്ഞാൽ സമയം പോകും, കേക്ക് മുറിക്കാൻ പറ്റില്ല. ഇപ്പം ഞാൻ മുറിച്ചെന്ന ഒരു പീസ് എടുത്ത് അതിലേക്ക് വെക്കാം. ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു. അമ്മ അപ്പയ്ക്ക് അമ്മയല്ല, എനിക്ക് അമ്മ. അപ്പയ്ക്ക് പ്രിയതമ്മയാ. വിണ്ടറില്ല, പുഞ്ചിരിക്കുന്നുണ്ട്. എനിക്ക് അമ്മക്കുട്ടി. ഇങ്ങോട്ട് വെക്കാം. ആ വലിയ പീസാണല്ലോ. വലിയ പീസ് വേണം, കുറക്കണേ പിന്നെ ആവട്ടെ. കേക്കിന്റെ നല്ല ഒരു മണം. ഫ്രഷ് കേക്കാന്ന് തോന്നുന്നു. അതെന്തിനാ പോലെ പൂ അതിന്റെ മുകളിൽ കയറ്റി വെച്ച അത് മുഴുവൻ തിന്നാനാണോ? കാണാൻ ഭംഗിക്ക്. ഓഹോ, എനിക്കത് വേണ്ട, ഐസിങ് അല്ലേ. ഇതിന്റെ ഒരു കുഞ്ഞു പൂവും കൂടെ അതിൽ ഇരിപ്പുണ്ട്. ചെറിയ പീസ് മതി, അതാണ് നല്ലത്. വെഡിങ് ആനിവേഴ്സറിക്കും കഴിച്ചല്ലേ ഈ അത് 2 പീസാക്കി പറ്റില്ല, അവക്കും വേണ്ടേ. അല്ല കുറച്ച് മതി, മധുരല്ലേ, കുറച്ച് നമുക്ക് പങ്കുവെക്കാം. പിന്നെ ഉണ്ട് മധുരങ്ങള് ഉണ്ട്. ഓ നല്ല കേക്ക്. ആ വരും വരും, അത് ഓണാണ്, ക്യാമറ വർക്കിംഗ് നല്ല കേക്കാന്നുള്ളൂ. ചെറിയ പീസാ, ക്യാമറയ്ക്ക് പ്രശ്നമില്ലെന്നേ. മേക്കെന്നെ പറ്റിയെന്ന് അറിയില്ലെന്നാണ് അവള് പറയണത്. നല്ല കേക്കാ, പക്ഷെ ഫ്രഷാന്ന് തോന്നുന്നു. ആ നല്ല നല്ല മുരിഞ്ഞ. നീ എപ്പോഴും പറയില്ലേ മുരിവ, എനിക്ക് വേണ്ട കേട്ടോ. ശരി മതി, കഴിയും. അപ്പയ്ക്ക് അങ്ങനെ പറയണ്ട, സ്വല്പം കഴിക്കുക, അത് കുഴപ്പമൊന്നുമില്ല, അത് കഴിച്ചു എന്ന് ഓർത്താം. അപ്പം ചോക്ലേറ്റ് ഇപ്പൊ കഴിക്കണ്ടോ? ഒരെണ്ണം എടുക്കാം. ചോക്ലേറ്റ് നല്ലതാണോന്ന് എനിക്ക് അറിയില്ല, ഞാൻ തൂക്കി മേടിച്ചതാ. ഞാൻ തുറന്നു തന്നോ? ആ നല്ല ചോക്ലേറ്റ്, മെൽറ്റായിട്ടില്ല. നല്ല കടുപ്പം മീൻസ് മെൽറ്റായിട്ടില്ല. മെൽറ്റ് ആവാത്ത കൊണ്ടാണ് ഞാൻ പറഞ്ഞ കടുപ്പാണ്. നോർമൽ ചോക്ലേറ്റാ, വലിയ കുഴപ്പമില്ല. നല്ലതാ, നല്ല ചോക്ലേറ്റാ. കൈ ഉടച്ചില്ലല്ലോ. കൈ കഴിക്കോ അമ്മ? കൈ കഴിയിട്ട് വാ. കാര്യം പിടികിട്ടി. അത് ഏറ്റുവാങ്ങാൻ പിന്നെ ശുചിയായി വരണ്ടേ. മാല നേരെ ഇട്ടതാ. എനിക്ക് അതൊക്കെ വളരെ കോൺസെൻട്രേഷനാ ഞാനത് ചെയ്യണത്. അപ്പൊ ഇത് ഏറ്റുവാങ്ങണ്ടേ? അതിന് കൈ കഴുകിക്കൊണ്ട് വന്നതാ നീറ്റായിട്ട്. അപ്പൊ ഞാൻ തുറന്നു നോക്കാം. ലുലു കണക്റ്റിന്റെ കവറാ, പക്ഷെ കവർ വെറുതെ. എന്നാന്ന് തുറക്കട്ടെ. കവറിന്റെ ഉള്ളിലാണ് കാര്യം. അപ്പയാണ് ഗിഫ്റ്റ് സാധാരണ തുറക്കണം. അപ്പ തുറക്കേണ്ടി വരും ഏതായാലും. അപ്പ തുറക്കട്ടെ. അപ്പ അത് ശാസ്ത്രീയമായിട്ട് തുറന്നോളും. അതൊക്കെ തുറക്കും. സിസേഴ്സ് വേണോ? ജസ്റ്റ് തൊട്ടേ ഞാൻ വെച്ചിട്ടുള്ളൂ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ആ കവർ പിന്നെ യൂസ് ചെയ്യാം. ഏതായാലും തുറക്കാം. ഇത് ഇങ്ങനെയൊക്കെ തുറന്ന് അപ്പൊ ഉർവശീലി ആകുമ്പോ മനസ്സിലാവും, ഏതാണ്ടൊക്കെ ഊഹിക്കാം. എന്റെ പൊന്നെ, രണ്ടെണ്ണം ഉണ്ട്, രണ്ടെണ്ണം. അടിപൊളിയാ. തുറക്കാം. അമ്മയോട് ഒരിക്കൽ പറഞ്ഞിട്ടുള്ള സാധനം തന്നെയാ. എനിക്ക് മനസ്സിലായി. ഞാൻ മൊത്തം ഇങ്ങനെ തുറന്നെടുക്കാം. ഇങ്ങനെ എടുത്തോട്ടെ. ഇങ്ങനെ എറിഞ്ഞാ കിട്ടൂല കയ്യിലേക്ക്. പക്ഷെ കിട്ടുന്നില്ലല്ലോ. അത് 2 മടക്കായിട്ടായിട്ടിരിക്കുന്നു. അല്ല അത് എടുത്തു തന്നാ മതി. അല്ല അത് എടുത്തു തന്നാ മതി. ഞാൻ തുറക്കട്ടെ. പല ഇത് പണ്ട് എന്നോട് പറഞ്ഞതാ, പല കളറിന്റെ. എന്റെ പൊന്നെ, ഇത് പിടിക്കാൻ പോലും അറിയാമല്ലോ. നല്ല ഇറക്കമില്ല, പക്ഷെ ഇതെങ്ങനെയാന്നുള്ളതാ ഞാൻ മനസ്സിലായി.
8 ലെയർ ആക്കിയിട്ട് ദേ ദേ ഇങ്ങനെ ആ ആ അങ്ങനെ ഇങ്ങനെ പക്ഷെ തലേക്കട കേറൂലായിരിക്കും. തലേക്കടയല്ല അല്ല തലയിൽ കേറാനുള്ള സാധനം ഞാൻ അതിനകത്ത് വെച്ചിട്ടുണ്ട്. ഉണ്ടോ? ദേ ഓ എന്താ പറഞ്ഞ സ്വർണം മാറി നിക്കും. നോക്കട്ടെ. അമ്പോ അടിപൊളിയായിട്ടുണ്ടല്ലോ. സ്വർണം മാറി നിക്കും. എവിടെ നോക്കട്ടെ, ഫോക്കസ് ചെയ്യട്ടെ. ആ കേവല ഞാൻ ഇപ്പൊ പകൽ സമയേ ഇത് മുടിയൊക്കെ പൊക്കി വെച്ചേച്ച് ഇത് കൊളുത്തൊക്കെ ഇട്ട് നിങ്ങളെ വൃത്തിയായിട്ട് കാണിക്കാം കേട്ടോ. പകൽ സമയം ഇപ്പൊ രാത്രി ആയതുകൊണ്ടാണ് പിന്നെ ഇങ്ങനെ അങ്ങ് വെച്ച് കാണിക്കണം കേട്ടോ. അപ്പം ദേ ഇതിന് കൊളുത്തുണ്ട്, ദേ കാണിച്ചു തരാം. എൻ്റെ കൈയും ഇങ്ങനെ ഇച്ചിരി മുറിഞ്ഞിരിക്കുന്നുണ്ട്. ദേ ഈ കൊളുത്തേൽ ഇത് ഈ കൊളുത്തുകൾ തമ്മിൽ അല്ല ത്രെഡ് അതിന്റെ കൂടെ ഉണ്ട്. ഉണ്ടോ? ത്രെഡ് ഞാൻ വേറെ മേടിച്ചു. ആ എത്ര ലെയറാ? 8 ലെയറാണ്. നല്ല മാലയാ. ഉർവശിയാണോ? നല്ലതാ, കാണാനും നല്ലതാ. നല്ല പേസ്റ്റൽ കളറാ. നല്ല കളറ്. അപ്പൊ ഏഞ്ചലിന്റെ സാരിക്ക് ത്രെഡ് വെച്ചിട്ട് വെച്ചാ മതി. ഓ മനസ്സിലായി. ഇല്ല ത്രെഡ് അതിലുണ്ടെന്നാ പറഞ്ഞ. നോക്കാം. ത്രെഡ് ഞാൻ സെപ്പറേറ്റ് മേടിച്ചതാ പഴുത്തേക്കട ഇടാൻ വേണ്ടി. മനസ്സിലായി. ഇതല്ലേ കഴിഞ്ഞില്ലേ? ഇല്ല ഞാൻ തുറന്നിട്ട് ത്രെഡ് ഇതിനകത്ത് വെച്ച് തരാം. അപ്പൊ അമ്മയ്ക്ക് ഈസി ആയിട്ട് അത് തുറക്കാം. ഇഷ്ടപ്പെട്ടോ മാല? നല്ല മാലയാ. അപ്പൊ അത് താഴെ വീഴും എന്നുള്ള പേടിയും വേണ്ട. മനസ്സിലായി. പിന്നെ ഇത് അനുസരിച്ച് ചെയ്യാം. ആ അപ്പൊ കഴുത്തേക്കടയിട്ട് ഇപ്പൊ തന്നെ പ്രേക്ഷകരെ കാണിക്കാം. സംഭവം തല കിടക്കട്ടെ. ആ അത് നോക്കിയേച്ചേ ഇടുവോളൂ. നോക്കട്ടെ ആദ്യം, എന്നിട്ടല്ലേ. മാല ഇഷ്ടപ്പെട്ടോ? നല്ല മാലയാ. തലയൊക്കെ ഈസി ആയിട്ട് കടന്നോളും. ആ ഈ മാല ഇപ്പൊ ഊരിയാലേ ഇതിന്റെ ഭംഗി കാണുള്ളൂ. അതെ, ഈ സാരി പ്രിന്റഡ് ആയതുകൊണ്ട് അത്രയ്ക്ക് ഭംഗി എടുത്ത് അറിയില്ല. ആ വർക്ക് ചെയ്ത സാരികൾക്ക് നോക്കിക്കേ. അറിയാമോ? നല്ല കളറാട്ടോ. നല്ലതാ, നല്ല കളറാ. അപ്പൊ മാല ഒരു മാല ഇട്ട് വീഡിയോ എടുത്തു, വേറൊരു മാലയായി വീഡിയോ അവസാനിപ്പിക്കുന്നു. ഒരു മാലയും അതിന്റെ നീ മേടിച്ച ലോക്കറ്റാണ് അതിൽ ഞാൻ ഇട്ടതേ. ഞാൻ സാധാരണ മുത്തുമാലയിൽ ഇട്ടുകൊണ്ട് നടക്കാറ്. മുത്തുമാല മീൻസ് മറ്റ് നല്ല മുത്തുമാലകൾ. അപ്പം ലോക്കറ്റ് ഇട്ടുന്ന് ഇട്ടുകൊണ്ടിരുന്നതാ ബർത്ത്ഡേ ആയപ്പോൾ. അപ്പോൾ ഇവിടെ മാല തന്നെയാണ് മേടിച്ചുകൊണ്ട് വന്നത്. അപ്പോൾ ഇത് അകത്തേക്ക് ഇട്ടേച്ച് നിങ്ങളെ ഈ മാല കാണിച്ചതാ. ഏ ഇതിന് നല്ല കോസ്റ്റ് ഉണ്ടായിരിക്കുമല്ലോ. നല്ലതാ. ബോക്സും നല്ലതാ. അപ്പോൾ ബോക്സിലിട്ട് വെക്കാം, ബോക്സിലിട്ട് വെക്കാം. അപ്പം നല്ല ഗിഫ്റ്റാ. അപ്പൊ എല്ലാവർക്കും ഇനി ഞാൻ നേരെ നിക്കാം. അപ്പൊ എല്ലാവർക്കും ബൈ ബൈ. ബൈ ബൈ അല്ല, നല്ല ഒരു ജന്മദിനം ആശംസ. ആശംസ എനിക്കാണ് എല്ലാരും തരണ്ട. പക്ഷെ ഞാൻ പ്രേക്ഷകരോട് എന്റെ ഒരു നല്ല ജന്മദിന ആശംസ പറയുക കേട്ടോ. അപ്പൊ ദൈവം. പിന്നെ അതുപോലെ നമുക്ക് ഇത് കഴിഞ്ഞിട്ട് കഴിക്കാം. ഞാൻ കൊണ്ടുവന്നത് കഴിക്കാം. അത് കഴിക്കുമ്പോ പിടിക്കാം. അതെ അതെ, കഴിക്കുമ്പോ കാണിക്കാം. കേക്ക് തന്നില്ല. ആദ്യം തന്നെ മുറിച്ച് ഞാൻ തന്നെ വെച്ചു. അതുകൊണ്ട് ചെയ്യാൻ മറന്നുപോയി കേട്ടോ, പറയാൻ മറന്നുപോയി. അപ്പൊ പ്രേക്ഷകർക്കായിരുന്നു ആദ്യം സമർപ്പിക്കേണ്ടത്, അത് സമർപ്പിച്ചില്ല. അപ്പൊ ക്ഷമിച്ചേക്കുക. അപ്പൊ എനിക്ക് എല്ലാവിധ ആശംസകളും നേർന്ന എല്ലാ നമ്മുടെ വ്യൂവേഴ്സിനും ആശംസ നേരാൻ മറന്നുപോയവർക്കും ഒക്കെ ഞാൻ ഒരു താങ്ക്സ് ഇതിലൂടെ തരുവാട്ടോ. തരുവാണ്. അതുപോലെ കേക്കും. അതെ, കേക്കും. ഓക്കെ ഓക്കെ. ഇനി അതിന്റെ ടിൻ തരുവാണെങ്കിൽ അതിലേക്ക് മുറിച്ചു. ഗിഫ്റ്റ് കൊടുത്ത സമയത്ത് ക്ലോസപ്പിൽ കാണിക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ വീണ്ടും എടുത്തതാണ് കേട്ടോ. ഇതിലും ശരിക്കും അതിൻ്റെ പിക്ചർ അധികം ജസ്റ്റിഫൈ ചെയ്യുന്നില്ല, നേരിട്ട് കാണാനാണ് ഏറ്റവും ബ്യൂട്ടിഫുൾ. ഇതൊരു പേസ്റ്റൽ കളറൊക്കെ ആയതുകൊണ്ട് അതിൻ്റെ കളർ കറക്റ്റായിട്ട് ക്യാമറയിൽ അങ്ങ് ക്യാപ്ചർ ചെയ്യുന്നില്ല. ഞാൻ കുറേ തവണ എടുത്തു നോക്കി, പല സ്ഥലത്ത് നിന്നൊക്കെ എടുത്തു നോക്കി, എന്നിട്ടും അങ്ങോട്ട് ശരിയാവണില്ല. ഇങ്ങനെ ചെയ്തപ്പോഴാണ്, ഈ ബ്ലാക്ക് ബാക്ക്ഗ്രൗണ്ട് വെച്ചപ്പോഴാണ് ഏറെക്കുറെ എങ്കിലും കളർ ശരിയായി കിട്ടുന്നത്. ഇനി ഏതെങ്കിലും ഒക്കേഷന് അത് ഇട്ട് കഴിയുമ്പോൾ നിങ്ങളുടെ പിക്ചർ കാണിച്ചു തരാം കേട്ടോ. ശരിക്കും നേരിട്ട് കാണാനാണ് ഏറ്റവും ഭംഗി. നല്ല എലഗൻ വെയറാണ്, നല്ല രസമായിട്ടുണ്ട്. അതെ, ഇതും ഏറെക്കുറെ സിമിലറാണ്. അപ്പോൾ ഇത് നിങ്ങളെ കാണിക്കാൻ വേണ്ടി എടുത്തതാട്ടോ. ഞാൻ പതിവ് പറയണ പോലെ അവരോട് പറഞ്ഞു കേട്ടോ, ഗ്രേവി കൂടുതൽ ഇട്ടിട്ട് കഷ്ണം കുറച്ചോളാൻ പറഞ്ഞു. നന്നായി. പക്ഷെ ഗ്രേവി അവർക്ക് അവരുടെ ഇരുന്നത് കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ. കാരണം ഇതിന്റെ ഒരു പ്രിപ്പറേഷൻ വേറെ ടൈപ്പ് അല്ലേ. കഷ്ണം മാത്രമായിട്ട് എല്ലാവർക്കും കൊടുക്കാൻ പറ്റില്ലല്ലോ. ഞാൻ നോക്കിയപ്പോ ഇത് മാത്രമേ
മീഡിയം ചൂടായിട്ടുള്ളത് അവിടെ ഉണ്ടായിരുന്നുള്ളൂ. ബാക്കി എല്ലാം ചുട്ടുകൊള്ളണം ചൂടായിരുന്നു. അത് പറ്റൂല. അത് നല്ലതാണെങ്കിലും നമ്മൾ ഇത്രയും ട്രാവൽ ചെയ്ത് വരുമ്പോ പാക്ക് ചെയ്ത് വരണ്ടേ, ഒട്ടും ശരിയാവൂല. അപ്പൊ അത് ഡപ്പയിലിരുന്നാൽ ശരിയാവില്ല. അതുകൊണ്ട് ഞാൻ തപ്പി നടന്നപ്പോ ഇത് പകുതി പാത്രമായിട്ട് ഇരിപ്പുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ചൂട് അതിന് മീഡിയം ചൂടേ ഉണ്ടായിരുന്നു. മനസ്സിലായി. അത് നന്നായി, അത് നന്നായി. ഏതുകൊണ്ടും എനിക്ക് വെജ് മേടിച്ചിട്ടുണ്ട്. ഡ്രാഗൺ പനീർ അത് നല്ലതാ. അമ്മയ്ക്ക് ഇഷ്ടപ്പെടുമെന്നാണ് എന്റെ പ്രതീക്ഷ. എനിക്ക് പനീർ അല്ലെങ്കിലും ഇഷ്ടമാണല്ലോ. ചപ്പാത്തി എലൈറ്റിന്റെ കേട്ടോ മേടിച്ചത് പാക്കറ്റ്. ഇവിടെ മോഡേൺ ഒക്കെ അല്ലേ മേടിച്ചിട്ടുള്ളത്? ഇവിടെ മോഡേണാ മേടിക്കാറ്. വേറെ പലതും മേടിക്കും. പിന്നെ ഒരു ലോക്കലും മേടിക്കാറുണ്ട്. അതും നല്ലതാ. നല്ലതാ. ഈ മുന്തിരി ഭാഗത്ത് എവിടെയോ ചെയ്യണത്, അത് മറന്നുപോയി അതിന്റെ പേര്. ഗ്യാസ് ഉണ്ട്. ഞാൻ നോക്കിയത് എന്നാന്ന് പോ ഒരാൾക്ക്. ഇച്ചിരി വേണമെങ്കിൽ അപ്പ പനീര് കഴിക്കുവോ? ഇച്ചിരി അപ്പയ്ക്ക് പനീരും കൂടെ വേണമെങ്കിൽ ഇടാം. ചിലപ്പോൾ അത് ഇഷ്ടപ്പെടും, കാരണം രുചിയുണ്ട് അതിന്. ഡ്രാഗൺ പനീറാ. കഴിക്കും, ടേസ്റ്റ് ചെയ്യാനെടുക്കും. ഇതാണ് ഡ്രാഗൺ പനീർ. ഇത് അവിടെ നല്ല മൂവ്മെന്റ് ഉണ്ട് കേട്ടോ. അതുകൊണ്ടായിരിക്കും അല്ലേ എല്ലാവരും മേടിച്ചോണ്ട് പോണതാണ്. എപ്പോഴും പാത്രത്തിൽ പകുതി ഉണ്ടാവാറുള്ളൂ. ആണോ? അപ്പൊ കണ്ടപ്പോഴും എനിക്ക് തോന്നി ഇത് നല്ലതായിരിക്കും. ചിക്കൻ ഇങ്ങനെ വെച്ചേക്കണ്ട. അമ്മ എടുക്കണ്ടോ ചിക്കൻ? എന്നാ ഇച്ചിരി അപ്പയ്ക്ക് ഇട്ടേരെ ഗ്രേവി. ഇത് ഞാൻ എടുത്തോളാം. അമ്മ ചപ്പാത്തി കഴിക്കുവോ? 2 കഴിക്കാം. കൊടുക്കട്ടെ. നിന്റെ ഞാൻ എൻ്റെ അടുത്തോണ്ട് വന്നോളാം. ഇത് എലൈറ്റിന്റെ ചപ്പാത്തിയാ. നമ്മൾ മേടിക്കണ പോലത്തെ പാക്ക് 53 രൂപ. നമ്മൾ മേടിക്കണതിന് എത്ര? ഇത് ഡ്രാഗൺ പനീറാട്ടോ. എങ്ങനെയുണ്ട്? നല്ലതല്ലേ? എനിക്ക് തോന്നിയത് അപ്പയ്ക്ക് ഇഷ്ടപ്പെടുന്നു. പനീർ പൊതുവെ ചെറിയൊരു പുളിരസം ഉണ്ട്, അതാ അതിന്റെ. ഇത് നല്ലതാണ്. ക്യാപ്സിക്കവും സവാളയൊക്കെ ഉള്ളൂ ഇതിനകത്ത്. നല്ല വെജിറ്റേറിയനിൽ അത് മതി. അപ്പുറത്ത് നോക്കിയ ബട്ടർ ചിക്കൻ, ബട്ടർ അല്ലല്ലോ, ഗാർലിക് ചിക്കൻ. അത് നല്ല, അത് കാണാൻ തന്നെ ഉള്ളതാണ്. ഇത് അത് അവസാനം ഉപയോഗിക്കാന്ന് വെച്ചാൽ ഇത് എടുത്തില്ലല്ലോ. ഒരുപാട് നാളുകൂടിയാ ചിക്കൻ കഴിക്കുന്നത്. നമുക്ക് ചിക്കൻ മേടിക്കലില്ലാത്തതുകൊണ്ട് ഗാർലിക് ചിക്കനാ, അപ്പൊ അതിനൊരു ടേസ്റ്റ് ഉണ്ടാവും. അതുകൊണ്ട് ഞാൻ അത് നോക്കി പിന്നെ മിക്സ്. മട്ടിക്കില്ല. പച്ച കളറിൽ ഒരു ചിക്കൻ കറി അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു, പെപ്പറൊക്കെ. നല്ല കറിയാണ്. രണ്ടും നല്ല കറിയല്ലേ? തീക്ഷ്ണമായ രുചികളൊന്നുമില്ല. ഒന്നുമില്ല, രണ്ടും നല്ലതാണ്. ഒന്നും ഓവറില്ല ഇതിനെനിക്ക്. പിന്നെ ഈ പനീറിന് ഈ പറഞ്ഞ പോലെ കഷ്ണം ഇച്ചിരി ചെറുതാക്കാൻ വേണമെങ്കിൽ അവർക്ക് അത് വലുതാക്കി കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അതാ. അല്ല, സാധാരണ കസ്റ്റമേഴ്സിന് വലുതായിരിക്കും വേണ്ടത്. അങ്ങനെ എല്ലാവരും കഴിക്കാനെടുത്തു. ഒപ്പം ഞാനും കഴിക്കാനെടുത്തു. ഞാൻ കുറച്ച് മറ്റേ ഗാർലിക് ചിക്കനും അതുപോലെ കുറച്ച് പനീറും എടുത്തു. എനിക്ക് ഗാർലിക് ചിക്കൻ ഇഷ്ടമായി, അതുപോലെ തന്നെ എനിക്ക് പനീറും ഇഷ്ടപ്പെട്ടു കേട്ടോ. ഡ്രാഗൺ പനീർ എനിക്ക് അതിൻ്റെ രുചി നല്ല ഇഷ്ടമായി. ഇപ്പോൾ ഇത് കഴിക്കുമ്പോൾ സത്യത്തിൽ എനിക്കത് വീണ്ടും കഴിക്കാൻ തോന്നുന്നുണ്ട്. നല്ല ടേസ്റ്റി ആയിരുന്നു. ഗാർലിക് ചിക്കൻ ഈക്വലി നല്ല ടേസ്റ്റി ആയിരുന്നു. അമ്മയും കഴിച്ചു, അമ്മയ്ക്ക് ഇഷ്ടമായി എന്ന് പറഞ്ഞു. പനീറാണ് കൂടുതൽ എടുത്തത്. മറ്റേതൊരു ഇത്തിരി ചാറ എടുത്തോളൂ, കാരണം അമ്മ നോർമലി അങ്ങനെ നോൺ വെജ് അധികം അങ്ങനെ കഴിക്കില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ്. അപ്പോൾ ഇത് ഞാൻ കഴിക്കുന്നതാണ്. ഗാർലിക് ചിക്കൻ്റെ ആ ഒരു ഗാർലിക് ഫ്ലേവർ എനിക്ക് ഇതുപോലെയുള്ള നോൺ വെജിലൊക്കെ വരുന്നത് വളരെ ഇഷ്ടമാണ്. ഗാർലിക് ബ്രെഡൊക്കെ ഞാൻ ഇടയ്ക്ക് ഉണ്ടാക്കി കഴിക്കാറില്ല, എനിക്ക് നല്ല ഇഷ്ടമാണ്. അതുപോലെ ഡ്രാഗൺ പനീർ സൂപ്പറായിരുന്നു, നല്ല ടേസ്റ്റി ആയിരുന്നു. അപ്പോൾ അങ്ങനെ നല്ലൊരു ദിവസം അവസാനിച്ചു. ഇനി അമ്മക്കുട്ടിയുടെ ബർത്ത്ഡേ അടുത്ത വർഷം ഉണ്ടാവുള്ളൂ.